ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പാസ്തയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പാസ്ത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഏകദേശം 2 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 ലിറ്റർ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം പാസ്തയും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കണം. തിളയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പല ടൈപ്പ് പാസ്തയും ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം, അതിൻ്റെ കുക്കിംഗ് ടൈം നോക്കി വേണം പാസ്ത വേവിച്ചെടുക്കാൻ. പാസ്ത വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനും നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ബട്ടർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷമാണ് ഇതിങ്ങനെ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വെളുത്തുള്ളി ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഈ ക്രീം ഒന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ, ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച പാസ്ത നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റി ക്രീമിലോട്ട് ഇട്ട് കൊടുക്കാം. സോസിലേക്ക് വേവിച്ച പാസ്ത ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ചീസ് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും ചേർത്ത് കൊടുക്കാം. അവസാനമായി ഇറ്റാലിയൻ സീസണിങ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറ്റാലിയൻ സീസൺ ഒരു മിക്സ്ഡ് സ്പൈസസ് ആണ്. അപ്പോൾ ഇത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ജാതിക്കയുടെ കുരു ഉണക്കി പൊടിച്ച് അത് ചേർത്ത് കൊടുത്താലും മതി. ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലില്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാവുന്നതുമാണ്. ഇപ്പോൾ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇപ്പോൾ നമുക്കിത് പാസ്ത വേവിച്ച വെള്ളത്തിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. പാസ്ത സോസിലേക്ക് ചേർത്ത ശേഷം വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ലൊരു പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. പാസ്ത ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ല. തണുത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.